ഇമോഷണൽ സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടന്റെ കണ്ണ് പെടാതിരിക്കാൻ ഒരു കോർണർ ഉണ്ട്, നമ്മൾ ഈ ഗ്രീൻ മാറ്റ് ഒക്കെ വെച്ച് മറച്ച ഒരു കോർണർ ഉണ്ട്. ഞാൻ അവിടെ ഒരു 3 മണിക്കൂർ പോയിരുന്നു, കാരണം എനിക്ക് സീൻ ചെയ്യാൻ എത്തുമ്പോഴേക്കും വരണ്ടേ. എന്നിട്ട് എന്താ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിന്ന് ചിരിക്കാം. അപ്പൊ സാർ അവിടുന്ന് നീതു എന്താ ചിരിക്കുന്നത് ചോദിക്കും. ഞാൻ കുറെ ഡയലോഗ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ ന്യൂജാന്റെ അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് ഡയലോഗ് തെറ്റിച്ചു. സാർ കട്ട് പറഞ്ഞു, രണ്ടാമത്തെ ടേക്ക് എടുത്തു. ഞാൻ വിചാരിച്ചു ഇപ്പൊ എനിക്ക് ചീത്ത കേൾക്കും. എനിക്ക് അതുവരെ ചീത്ത കേട്ടിട്ടില്ല. എനിക്കിപ്പോ ചീത്ത കേൾക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ എന്നോട് ദേവത്തേട്ടൻ വന്ന് പറഞ്ഞു, നിന്നെയല്ല ന്യൂജാനോട് മിണ്ടാതിരിക്കാനാ പറയാൻ പറഞ്ഞത്. ലൈക്ക് എങ്ങനെ പോയാലും നിവിനെ കാണുമ്പോഴത്തേക്കും സൈഡിൽ കൂടെ ആ ബീജിയം ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പം വളരെ സിമ്പിളാണ് എൻ്റെ സ്ട്രാറ്റജി. ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അവരോടൊക്കെ അങ്ങ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതിൽ അങ്ങനെ ആ ക്രാഫ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. നല്ല ആൾക്കാരോട് വർക്ക് ചെയ്താൽ അറിയാണ്ട് നമ്മളങ്ങ് നന്നായിക്കോളും, ഇല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. തന്നെ കുറെ പേര് ചോദിച്ചു പ്രൊപ്പഗണ്ട ഫിലിം വല്ലതും ആണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അറിയാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അപ്പോഴേ പറയും. പിന്നെ അനിയനക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്, മനസ്സിലായോ? ഉപ്പുമുളകും ഒരു വലിയൊരു ഫാൻ ബേസ് അനിയനൊക്കെ ഉണ്ട്. മെസ്സേജ് വന്നു, ഓൾ ദി ബെസ്റ്റ് ചേച്ചി, വി ആർ കട്ട്. അവിടെ സത്യം നടന്നിയല്ലേ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. പ്രതിച്ഛ എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് വിഷ്ണു അഗസ്ത്യ, മേഘ, നീതു ആൻഡ് അനീന. സോ 4 പേർക്കും വെൽക്കം. സോ പ്രതിച്ഛ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ഭയങ്കര സീരിയസ് ഫിലിമാണ്, പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും ഭയങ്കര ജോവിയൽ ക്രിയേറ്റേഴ്സാണ്. സോ നിങ്ങളെങ്ങനെയാ ആ ഒരു കോൺട്രാസ്റ്റിൽ ഇന്നായത്? പ്രതിച്ഛായ പോസ്റ്റേഴ്സിൽ യെസ് ഇറ്റ് ലുക്സ് ലൈക്ക് ഒരു പൊളിറ്റിക്കൽ സംഭവമാണ്, കറക്റ്റ് ആണ്. ദർ ആർ ഫ്യൂ പൊളിറ്റിക്കൽ പോയിന്റ്സ് ദാറ്റ് ദേ ആർ ടോക്കിംഗ് ഇൻ ദ സിനിമ. പക്ഷെ ഈ സിനിമ ഫാമിലി ഡ്രാമയും കൂടെയാണ്. ഫാമിലിയുടെ റിലേഷൻഷിപ്പും ഒരു പൊളിറ്റിക്കൽ ഫാമിലി, അതിനകത്തുള്ള റിലേഷൻഷിപ്പ്, ഇല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലൈഫ് ജീവിക്കുന്ന ഒരാളുടെ റിലേഷൻഷിപ്പ്, അതെ പൊളിറ്റിക്കൽ ലൈഫിന്റെ റിലേഷൻഷിപ്പ്, അങ്ങനെ ആ രണ്ടും കോമ്പിനേഷൻസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സിനിമ ആണ്. ഡയറക്റ്റഡ് ബൈ ഉണ്ണികൃഷ്ണൻ സർ, നിവിൻ ആസ് ഇൻ ദ ലീഡ്. എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. വാട്ട് എവർ ഐ സോ. എങ്ങനെയുണ്ടായിരുന്നു ഇതിന്? കുറെ നാൾ ഇവിടെ ഇരുന്നല്ലോ, അവിടെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ ഏതൊരു ഇന്റർവ്യൂവിലും പറഞ്ഞു അവിടെ ഇരിക്കണ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. സത്യമായിട്ടും എളുപ്പമാണ്. കാരണം ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കൊരു 4-5 മണിക്കൂർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാമല്ലോ. ഇവിടെ നമ്മൾ അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷനില്ല. അപ്പുറത്തിരിക്കുന്ന ആൾ എന്താ ചോദിക്കണത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു വാക്കൊക്കെ മാറിയാ നമ്മള് മറ്റേ ബഹിരാകാശത്ത് പറക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കണ ഭയങ്കര ടെൻഷനാണ്. സീരിയസ്ലി ഇവിടെ ഇരിക്കണ കുറച്ച് എനിക്ക് തോന്നുന്നു, എനിക്ക് മേ ബി ഞാൻ ഫസ്റ്റ് ടൈം ആയതിന്റെ ആയിരിക്കാം കേട്ടോ. അതുമായിരിക്കാം മേ ബി ചെയ്ത് ശീലമുള്ളവർക്ക്. സംസാരിക്കുന്ന ആളുകൾക്കാണ് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അത് ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നവർക്ക് കുഴപ്പമില്ല. ഞാൻ പിന്നെ തുടങ്ങി കഴിഞ്ഞതാ ഇങ്ങനെ പറയും, അപ്പൊ പ്രശ്നമാണ്. എന്റെ സീനിയറാണ്. ഞാൻ കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, മീൻസ് ഇവിടെ ജോലിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോ അവിടെ ഇരുന്നിട്ട് ശരിക്കും ഇപ്പൊ എങ്ങനെ യൂസ്ഡ് ആയോ? ഇപ്പം കുഴപ്പമില്ല. പിന്നെ എനിക്ക് ആകെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, നമ്മൾ അഭിനയിക്കുന്ന സ്പേസിൽ നിന്ന് അല്ലാതെ വേറൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് ക്യാമറ വെച്ചേക്കുന്നു, വേറൊരാൾ നമ്മളോട് ചോദ്യം ചോദിക്കുന്നു, ഇതെല്ലാം ആളുകൾ കാണാൻ പോവുക എന്ന് പറയുന്ന സിനാരിയോ, അങ്ങനത്തെ ഒരു ഭയം വരുമല്ലോ ആദ്യം ഇന്റർവ്യൂ. അതുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയുന്നത്, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി ചെയ്യാൻ വന്നിരിക്കുന്നതാണെന്ന് അറിയാലോ. മറ്റേന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ എന്തോ വലിയ ഉത്തരം പറയേണ്ടതുണ്ടെന്നുള്ളത്. എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് പരിചയമുള്ള സ്പേസ് ആണെങ്കിലും എനിക്ക് ആ ഏരിയയിൽ പിന്നെ മിക്കവാറും ഉള്ളവർ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമറമാനോ നിങ്ങളുടെ കൂടെ ഒക്കെ വരുന്ന ആളുകൾ. അപ്പോൾ അത് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അപ്പോഴേ പറയും. സോ എന്താ പ്രതിച്ഛായ സിനിമ ഈസ് ഓൾ അബൌട്ട്? എന്താ പറയണ്ടേ? എന്താ സിനിമയിലേക്കുള്ള ജേർണിയും എന്തോ സിനിമയെ പറ്റി വളരെ നല്ല സിനിമ, വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിനിമയാണ്. എന്റെ ആദ്യമായി റിലീസ് ആവാൻ പോകുന്ന പടമാണ്. വളരെ എക്സൈറ്റഡ് ആണ് അതിനെ പറ്റി, അത്രേ ഉള്ളൂ.
ഡെഫിനറ്റ്ലി നമ്മൾ സീനിയർ ഫിലിം മേക്കേഴ്സിൻ്റെ വിളി അല്ലെങ്കിൽ നമുക്ക് അവരോടൊപ്പം വർക്ക് ചെയ്യാൻ നമ്മളെല്ലാം ആഗ്രഹിക്കും. നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഉണ്ണി സാറ് ഇത്തരം ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോർഷൻസ് ഒക്കെ ഉള്ളതും ബാലേന്ദ്ര മേനോൻ സാറുമായിട്ട് എനിക്ക് 1-to-1 ഒരു 2 days 3 days ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് അത്രയും സീനിയർഷിപ്പിൽ ഇത്രയും വർഷം ഇവിടെ സഞ്ചരിച്ച ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യുക ഇപ്പം വളരെ സിമ്പിളാണ് എൻ്റെ സ്ട്രാറ്റജി. ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അവരോടൊക്കെ അങ്ങ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതിൽ അങ്ങനെ ആ ക്രാഫ്റ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. നല്ല ആൾക്കാരോട് വർക്ക് ചെയ്താൽ അറിയാണ്ട് നമ്മളങ്ങ് നന്നായിക്കോളും. ഇല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. പിന്നെ എനിക്ക് പൊതുവെ ഈ പടം എല്ലാരും പൊളിറ്റിക്കൽ മാത്രമായിട്ട് മനസ്സിലാക്കണോ എന്നൊരു ബിക്കോസ് എന്നോട് തന്നെ കുറെ പേര് ചോദിച്ചു പ്രൊപ്പഗണ്ട ഫിലിം വല്ലതും ആണോ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴും തോന്നിയിട്ടുള്ളത് ഇതൊരു ഫാമിലി ഓറിയന്റഡ് പടമാണ് മോർ ദാൻ എ പൊളിറ്റിക്കൽ. അതായത് ഇപ്പൊ ഒരു നമ്മളെ വീട്ടിലിപ്പോ പല ജോലികൾ ചെയ്യണ ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഫാമിലിയിൽ നമ്മൾ ഡോക്ടേഴ്സിനെ മാത്രമായിട്ട് മൂവി എന്ന് പറയില്ലല്ലോ. അപ്പൊ അതേപോലെ പൊളിറ്റീഷ്യൻസ് ഉള്ള ഒരു വീട്ടിൽ എന്തായിരിക്കും അവരുടെ ഫാമിലി എന്നുള്ളതാണ് ഈ സിനിമ കുറച്ചും കൂടെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പോലീസായിട്ട് എങ്ങനെയുണ്ട്? അയ്യോ എന്റെ ഐ ഗെസ് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അതുവഴി ഇങ്ങനെ നടന്നത് ഭയങ്കര ചൂടാണ് ബ്രോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ മേഘനെ കണ്ടപ്പോഴും പറഞ്ഞതാണ്. ഒന്നാമത് എനിക്ക് മേഘയുടെ രേഖാചിത്രത്തിലെ റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിൽ കണ്ടിട്ട് ഞാൻ ആദ്യം മേഘനെ കണ്ടപ്പോൾ എനിക്ക് റെക്കഗ്നൈസേ ചെയ്തില്ല. ഞാൻ ഓക്കെ ഏതോ ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ ബിക്കോസ് ഭയങ്കര ഡിഫറൻസ് അല്ലേ മേഘ ഇങ്ങനെ കാണാനും അതിലുള്ളതും. അപ്പൊ എനിക്ക് തോന്നുന്നു ഷൂട്ടിന്റെ സമയത്ത് ഞാൻ മേഘയുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് മേഘനെ പോലീസായിട്ട് കാണുമ്പോൾ എപ്പോഴും പറ്റുന്നു തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെയാണ് മേഘ അതിലൂടെ വരുന്നത്. കുറെ പേര് പറഞ്ഞില്ലേ അതെ അതെ അത് ഐ തിങ്ക് ഇറ്റ്സ് എ വിൻ ഫോർ നമ്മളിപ്പോൾ ഈ കഥയ്ക്ക് വേണ്ടി ഐ തിങ്ക് ഇറ്റ്സ് എ പക്ക വിൻ. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ഒരു കോളായിരുന്നു. വിവേക് അനിരുദ്ധ് ആയിരുന്നു എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ. ആൻഡ് ദെൻ ഡയറക്ട്ലി ഐ മെറ്റ് സാറിനെ കാണുമ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് പറഞ്ഞു. ആൻഡ് ദെൻ പറയുന്ന സമയത്ത് ഐ ഫിഗർഡ് ഔട്ട് ലൈക്ക് ഇങ്ങനത്തെ ഒരു ഹെവി ഡ്യൂട്ടി പരിപാടിയാണെന്നത്. ആൻഡ് ദെൻ വെൻ ഐ വോർ ദ യൂണിഫോം ഐ തിങ്ക് ഞാൻ അതിന് മുമ്പ് പോലീസിന്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭാരത് സർക്കസ് സോൻ ചേട്ടൻ്റെ പ്രോജക്റ്റിലായിരുന്നു. ബട്ട് ദെൻ ദിസ് ഇസ് സീരിയസ്ലി എ ബിഗ് തിങ് ദാറ്റ് എൻ്റെ ഷോൾഡറിൽ തന്നിരിക്കുന്ന ഒരു വലിയൊരു ഉണ്ട്. സ്റ്റാർസ് ഉണ്ട്, 2 ഷോൾഡേഴ്സിൽ നല്ല സ്റ്റാർസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് എവിടെയോ എനിക്ക് തോന്നുന്നു കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ ഇത്ര വലിയ മാഗ്നം ഉള്ളൊരു പ്രോജക്റ്റിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു അടിപൊളി ക്യാരക്ടർ കിട്ടി. ആൻഡ് ദെൻ ഇപ്പം ലൈക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. പക്ഷെ ഒരു കുട്ടി ഇവൻ ഐ ഫീൽ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഐ കുഡ് ക്യാരി മൈ അറ്റയർ. നമ്മളൊരു ആസ് ആൻ ആക്ടർ നമ്മുടെ കോസ്റ്റ്യൂമും ആർ മേക്കപ്പ് എവറിത്തിങ് ഇസ് എ പാർട്ട് ഓഫ് ആർ പെർഫോമൻസ്. സോ ഐം ലൈക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് ദ ജോബ് ഹാസ് ബീൻ ഡൺ. ഇനി ബാക്കി 26 മാർച്ച് നമുക്ക് കാണാം. ട്രെയിലർ റിലീസ് ആയപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാൻസ് ആയിരുന്നു ഫുൾ കമന്റ്സിൽ. നീതു ഫാൻസ് ഉണ്ടായിരുന്നു, അനീന ഫാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കുറെ ഫാൻ മെസ്സേജസ് ഒക്കെ വന്നു, ഓൾ ദി ബെസ്റ്റ് ഒക്കെ. സന്തോഷം. എല്ലാരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ട്രെയിലർ ലോഞ്ച് വന്നപ്പോഴാണ് എല്ലാരും അറിഞ്ഞത് ഞാനും പടത്തിലുണ്ടെന്ന്. അപ്പോ എല്ലാരും മെസ്സേജ് അയക്കുന്നു, സന്തോഷം, പിന്നെ അനീനയ്ക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്, മനസ്സിലായോ? ഉപ്പുമുളകും ഒരു വലിയൊരു ഫാൻ ബേസ് അനീനയ്ക്ക് ഉണ്ട്. അപ്പൊ അവരെന്നെയാണ് തോന്നുന്നത്. മെസ്സേജ് വന്നു, ഓൾ ദി ബെസ്റ്റ് ചേച്ചി, വി ആർ അവിടെ സത്യം നടന്നിയല്ലേ അത് സത്യം ഇപ്പൊ മനസ്സിൽ വിചാരിച്ചു. അതിന് ഇവൻ അല്ല മെസ്സേജുകൾ അവിടെ വന്നപ്പോഴായാലും എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. സെറ്റിലാണെങ്കിലും ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാൽ പോയത്. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഞാൻ അത്രയും വലിയൊരു കാസ്റ്റിംഗ് ക്രൂ ഉള്ള പടത്തിൽ ചെല്ലുമ്പോൾ എത്രത്തോളം ഞാൻ അക്സെപ്റ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഓരോ ദിവസവും ആണെങ്കിലും എന്നെ കാണുന്നവരും സംസാരിക്കുന്നവരും കാണാറുണ്ട് എന്നുള്ള ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ സംഭവം തന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഫാൻസ് എന്താ പറയുന്നു? ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഫാൻസ്, നീയാണ് ഇപ്പൊ ഇത് പറയണ കേട്ടോ. പിന്നെ ഞാനല്ലോ കൊറേ ഫാൻസ് ഇന്റർവ്യൂല് ഫാൻസ് കൊറേ കമന്റ്സ് വന്നിട്ടില്ലേ? ആ ഫാൻസ് തന്നെയാ. ഓക്കെ, ഭയങ്കര സന്തോഷം. ഞാൻ ലോഞ്ചിന്റെ ഡേയും പറഞ്ഞൊരു സാധനമാണ്. ഇപ്പൊ എന്റെ ഇന്റർവ്യൂ ഞാൻ ചെയ്തിരുന്നതിന്റെ എന്റെ ലക്ഷ്യം സിനിമയായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂ കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് ഓഡിയൻസ് അങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് 100% അറിയാം. അതായത് ഈ കുട്ടി പ്ലേസ് ചെയ്യപ്പെട്ട നല്ലതായിരിക്കും എന്ന് അവർക്ക് ആസ് എ വ്യൂവർ തോന്നിയോണ്ടാണ് സിനിമാക്കാരിലേക്ക് പ്രൊഫൈല് വന്നത്. അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ ഓഡീഷനും വരുന്നത് ഞാൻ ക്ലിയർ ചെയ്യണം. അപ്പോൾ
ഓഡിയൻസിന്റെ ഇറ്റ് ഇസ് ദയർ. ഐ എം താങ്ക്ഫുൾ. ഈ മസ്തിഷ്ക വർണ്ണം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കും. ആ കൊള്ള കിഡിലൻ ക്യാരക്ടർ, നൈസ് ഹ്യൂമർ ടച്ച് ഉള്ള കിഡിലൻ വക്കീൽ. സോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ശരിക്കും അതിന്റെ. അതെ അതെ അതെ, എന്തായാലും വെച്ചാൽ ഉറപ്പായിട്ടും 2046 നടക്കുന്ന ഒരു കഥ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ റെഫറൻസ് ഒന്നും ഇല്ലല്ലോ. ഒരു ഫിലിം മേക്കറിന്റെ തലയിലിരിക്കുന്ന 2046 എന്ന് പറഞ്ഞ വേൾഡിൽ ഇറങ്ങി പെർഫോം ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഞാൻ നേരത്തെ ആ ഫിലിം മേക്കറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മൂന്നാമതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ എന്താ പറയുന്നത്, വലിയ കമ്മ്യൂണിക്കേഷൻ, വളരെ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പം അത് അത്തരം ഒരു സിനിമ ആളുകൾ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ തിയേറ്ററിൽ അനക്കമുണ്ടാക്കുകയും ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്കൊരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. ഞാൻ ഒരു സിനിമയുടെ സിനോപ്സിസ് പറയും, അത് പല ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ആ സിനോപ്സിസ്. ഇപ്പം പോപ്പുലർ സിനിമ ആയിരിക്കും, അപ്പോൾ നിങ്ങളത് ഏത് സിനിമ എന്നുള്ളത് ഗസ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ഓക്കെ, ഞാനൊരു പോലീസുകാരനാണ്. എനിക്കിനി കുറച്ച് നാൾ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഒരു ദിവസം തിരിച്ചറിയുന്നു. പിന്നെ ഞാൻ ജീവിതം ശരിക്കും അങ്ങ് ജീവിക്കാൻ തുടങ്ങി. ഒരു പഴയ സിനിമയാണ്, 2 മലയാളത്തിലെ സ്റ്റാറുകൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരുള്ളൊരു സിനിമ കൂടെയാണ്. പോലീസുകാരനാണ്, കുറച്ച് നാളും കൂടി ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് ജീവിക്കാൻ, ക്രേസി ആയിട്ട് അങ്ങ് ജീവിക്കുന്നു. ക്രേസി ആയിട്ട്. ഒരു ക്ലൂ കൂടെ തരാമോ? അതിന്റെ പേര് ഭയങ്കര, ഒരിക്കലും നമ്മൾ മറക്കില്ല. കുറച്ചധികം ടൈമിലൊക്കെ നീ പതുക്കെ തന്നെ പറയണം. എനിക്ക് ഐ ആം നോട്ട് ഷുവർ, എനിക്ക് ചീറ്റിംഗ് കൂടി കിട്ടും. ശ്രീനിവാസൻ സാറിന്റെ സിനിമയാണ്. നീ പറ, നിനക്ക് പോയിന്റ്. നീയും പാർട്ടിസിപ്പേറ്റ്. മറ്റേ അതിൽ സുരേഷ് ഗോപി ഉണ്ട്. ഉണ്ട്. എന്തായിരുന്നു? ആനവാൽമോതിരം. കാരണം ഞാൻ പറഞ്ഞില്ലേ പേര് കറക്റ്റ് പേരാന്ന് പറഞ്ഞു. ഓക്കെ, ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ്. പക്ഷെ ഞാൻ വളരെ ശാന്തനും കാണാൻ സാധാരണക്കാരനും പോലെയാണ്. എന്റെ അളിയൻ ഒരു ആനപ്രേമിയാണ്. സെഗ്മെന്റ് വളരെ ടഫാണ് കേട്ടോ. ചാറ്റ്ജിപിടി എടുത്താണോ? അല്ലല്ല, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ പുള്ളിയാണ് സെൻട്രൽ ക്യാരക്ടർ. അതെ, സേതുരാമയ്യർ. ഞാൻ ഈസി ആയിട്ട് അതായിരിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പമായില്ലേ? ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പിള്ളേർക്കൊക്കെ വളരെ ജനപ്രിയനാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോളേജിൽ നിന്ന് എനിക്ക് പോകേണ്ടി വരുന്നു. പിന്നെ നടന്നത് ചരിത്രം. ഇതൊരു തമിഴ് സിനിമയാണ്, 2021 റിലീസ്. ഇത് സിമ്പിൾ അല്ല, എനിക്കറിയില്ല. ബാക്കി മലയാളം 2 പറഞ്ഞ നമുക്കറിയില്ലായിരുന്നു. ഭയങ്കര കിഡിലൻ സെലിബ്രേറ്റഡ് ക്യാരക്ടറാ, സെലിബ്രേറ്റഡ് സിനിമയാണ്. മറ്റേ വിജയുടെ മാസ്റ്ററാണ്. എന്റെ ചേട്ടനും അച്ഛനും പൊളിറ്റിക്സിലാണ്. അച്ഛൻ പെട്ടെന്ന് മരിച്ചു. പകരം ഞാൻ വന്ന് ചേച്ചിക്ക് കട്ട സപ്പോർട്ട് കൊടുത്തു. ഏതാണ് ആ സിനിമ? ലൂസിഫർ ആണ്. അതെന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ പേര് അബു. ഇല്ലില്ല, ഫ്രണ്ട്സ് ആയിട്ട് ചില്ലിങ് ആണ് എന്റെ പരിപാടി. ഒരു ദിവസം എന്റെ കൂട്ടുകാർ ഒരു പ്രശ്നമുണ്ടാക്കി കൊച്ചി ലോക്കാക്കി. ഹണിബി പറഞ്ഞു. എനിക്ക് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ ഒന്നും പറയാൻ. ഓക്കെ, പ്രോഗ്രസ് കാർഡൊന്നും ഇല്ല, പേടിക്കണം. എന്റെ മുതലാളിക്ക് ഒരു ഇവന്റ് കമ്പനി ഉണ്ട്. എന്റെ മുതലാളിയുടെ റെഡ് ബുള്ളറ്റിനും ഒരുപാട് ഫാൻസ് ഉണ്ട്. ആരാണ് എന്റെ മുതലാളി, ആരാണ് ഞാൻ? സമ്മതിക്കുന്നു. മുതലാളിക്ക് രാത്രി ജോത്സ്യനൊക്കെ കാണാൻ പോണ പരിപാടി ഉണ്ട്. കല്യാണം അവര് പറഞ്ഞു. ഇനി ഞങ്ങൾ ഒരെണ്ണം അങ്ങോട്ട് ചോദിക്കാം. ഇമാതിരി ചോദ്യം ഉണ്ടാക്കാൻ 1/2 മണിക്കൂർ വേണം. വേണ്ട, ചെറിയ ക്ലൂസ് കൊടുത്താൽ ഞാൻ ചെറിയ ക്ലൂസ് അല്ലേ. ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഞാൻ വൈഫുമായിട്ട് സെപ്പറേറ്റഡ് ആവുന്നുണ്ട്. കിട്ടിയോ ഇപ്പൊ തന്നെ? ഗ്രാൻഡ് മാസ്റ്റർ ആണോ? ഞാൻ പറഞ്ഞു കേട്ടാ. വൈഫായിട്ട് സെപ്പറേറ്റഡ് ആവുന്ന ഗ്രാൻഡ് മാസ്റ്റർ. അല്ല, ശരിക്കും നിങ്ങൾക്ക് ഉണ്ണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസിനേക്കാൾ അപ്പുറം ഒരു ബിഗസ്റ്റ് ടേക്ക് അവേ എന്താ? കാരണം നമുക്കറിയാം അദ്ദേഹം ഭയങ്കര സീനിയർ ഫിലിം മേക്കറിനപ്പുറം ഭയങ്കരമായി എഴുത്തിൽ ഭയങ്കര അധികം എക്സ്ട്രാ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഈ കഴിഞ്ഞ റീസെന്റ് ഇയേഴ്സിൽ. ശരിക്കും നിങ്ങൾക്ക് ബിഗസ്റ്റ് ടേക്ക് അവേ എന്താ വർക്ക് ചെയ്തപ്പോൾ?
എനിക്ക് സാർ അടുത്തുനിന്ന് എനിക്ക് ഏറ്റവും സാർ ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മേഘ, ബിക്കോസ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. മേഘയുടെ ലെവലായിരിക്കില്ല, മേഘ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ പക്ഷെ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറ് പറഞ്ഞു തരും. ഇപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ക്രൗഡ് സീൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സാധനം ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് സാർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ സാർ ഓൾവേസ് നമ്മളടുത്ത് വന്ന് നമ്മളടുത്തിരുന്ന് കംഫർട്ടബിൾ ആക്കി നമുക്ക് പറഞ്ഞു തരും ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും ഞാൻ ആക്ച്വലി ഭയങ്കര പേടിച്ചിട്ട് പോയ ഒരാളാണ്. ബിക്കോസ് നമ്മൾ സാറെ കാണുന്നത് എങ്ങനെയാ, ബി ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ വെച്ചു സാറ് ചിലപ്പോൾ വഴക്ക് പറയുമായിരിക്കും അല്ലെങ്കിൽ ദേഷ്യം വരുമായിരിക്കും. പക്ഷെ ഒരു തവണ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല. അതെനിക്ക് അറിയാം, ഞാനൊരു ബിഗിനർ ആകുമ്പോൾ എന്തായാലും നമ്മളെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് ഇല്ലാത്തതുകൊണ്ടല്ല എനിക്ക് ദേഷ്യം കിട്ടാഞ്ഞെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ഞാൻ ആക്ച്വലി പോയി താങ്ക് ചെയ്തിട്ടുണ്ട്, സാർ വഴക്ക് പറയാത്തതിന് ചൂടാവാത്തതിന്. ബിക്കോസ് സാറിന്റെ മൂഡ് എപ്പോഴും ഒരേപോലെയാണ് ആർട്ടിസ്റ്റ്. ബിക്കോസ് നമ്മൾ കോൺഷ്യസ് ആവും, നമ്മളെ പെർഫോമൻസിന് അത് ബാധിക്കും. അപ്പൊ ആ വന്ന് പറഞ്ഞു തരുന്ന ഒരു കാര്യം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതിപ്പോ മൈക്കിലൂടെ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഉരുകി പോകും, മനസ്സിലായോ? അത് എനിക്ക് നമ്മളെത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും നമ്മളൊരു ബിഗിനറെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്തെത്തി സംസാരിക്കണം എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ സാറിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വിഷ്ണു എന്താ? എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ടോട്ടലി ഭയങ്കര ഷാർപ്പാണ് കമ്മ്യൂണിക്കേഷൻ ആക്ടേഴ്സിനോട്. അല്ലെങ്കിൽ നമ്മൾ ക്ലൂലെസ് ആയിട്ടല്ല ആ ഫ്രെയിമിൽ നിൽക്കുന്നത് എന്നുള്ളത്. ഈ നോട്ട് ആക്ടേഴ്സിനോട് മാത്രമല്ല, എല്ലാ ടെക്നീഷ്യനും എന്താണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നതെന്ന് അറിയാം. ടെക്നീഷ്യൻസിനോട് ഉള്ള സാറ് ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര സൗണ്ടും ഭയങ്കര ഷാർപ്പുമാണ്. ഐ മീൻ എല്ലാ ലെൻസിങ്ങും ബാക്കിയുള്ള, എനിക്ക് തോന്നുന്നു ചന്ദ്രുവും സാറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരു ഷോട്ടിന് മുമ്പ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ടെക്നിക്കൽ ബേസ് ചെയ്തുള്ള ടോട്ടലി സാറിനുമായിട്ട് അസംബ്ലി വന്ന് നിൽക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇനി എല്ലാ സ്ഥലങ്ങളിലേക്കും അത് എത്തിക്കാനായിട്ട് പറ്റുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് ഒബ്വിയസ്ലി സീനിയർ ഫിലിം മേക്കർ അല്ലെങ്കിൽ ഇത്തരം സംഘടനകളുടെയൊക്കെ സ്പേസിലിരിക്കുന്ന അത്ര ഗൗരവകരമായ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനെ സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ സാറ് വളരെ സില്ലി ആയിട്ടുള്ള ജോക്സോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഹ്യൂമറൊക്കെ ഉള്ള ഒരാളാണെന്ന് നമുക്ക് വ്യക്തി എന്ന രീതിയിൽ, ഫിലിം മേക്കർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് വ്യക്തി എന്ന രീതിയിൽ പേഴ്സണലി അങ്ങനെയൊക്കെയുള്ള ഫ്ലേവർ ഉള്ള ഒരാളാണ് എന്ന് എനിക്ക്, അതൊക്കെയാണ് എൻ്റെ ആസ് എ പേഴ്സൺ ഒരു ടേക്ക് അവേ. നീൻ ചേട്ടനായിട്ട് കൂടുതൽ ഏറ്റവും സീനുള്ളത് ആർക്കാ? ഒബ്വിയസ്ലി നീതുനായിരിക്കും. സിനിമയിൽ എനിക്കാണോന്ന് അറിയില്ല, പക്ഷേ ഈ 4 പേരിൽ എനിക്കായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞ പോലെ ഫാൻ ഗേളിനേക്കാളും ഞാൻ പറയട്ടെ, പുള്ളിയുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കില്ല നിവിൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ. അപ്പൊ നമുക്ക് ചിലരുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ അയ്യോ എന്ന് പറയുന്ന ഒരു തോന്നൽ തോന്നും. പക്ഷെ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല ഇത്ര വലിയ സ്റ്റാറിന്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ടേക്ക് പോകാനാണെങ്കിൽ ചേട്ടൻ പറയും സമാധാനത്തിൽ ചെയ്തോ, എത്ര ടേക്ക് വേണമെങ്കിൽ പൊക്കോ, കുഴപ്പമില്ല. പിന്നെ നമ്മളെ എല്ലാവരും ചിരിപ്പിച്ച് കംഫർട്ടബിൾ ആക്കി ആ ഒരു ഐസ് ബ്രേക്കിംഗ് ചേട്ടൻ ചെയ്തു വരും. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾ റിയാ ഷൂവിന്റെ ഒക്കെ വീഡിയോയിൽ കണ്ടില്ലേ, ആ പുള്ളി തന്നെയാണ് ത്രൂ ഔട്ട്. അനിയനക്ക് ഉണ്ടോ കോമ്പിനേഷൻ സീൻ? എനിക്ക് കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു, 1-2 ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ചിരിപ്പിക്കും അപ്പുറത്ത് നിന്നിട്ട് ഒരു വിധത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഡയലോഗ് പറഞ്ഞാൽ അപ്പുറത്ത് ചിരിക്കുന്ന ഒരു പരിപാടി അത് ഉണ്ടായിരുന്നു. വേറെ എല്ലാം പെട്ടെന്ന് ചിരിക്കുന്ന കേട്ടിട്ടുണ്ട്, മീൻസ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോ നമുക്ക് ഫേസിൽ ചിരി കിട്ടും വളരെയധികം. ഞാനൊരു സീൻ ഇമോഷണൽ സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേട്ടന്റെ കണ്ണ് പെടാതിരിക്കാൻ ഒരു കോർണർ ഉണ്ട്, നമ്മൾ ഈ ഗ്രീൻ മാറ്റ് ഒക്കെ വെച്ച് മറിച്ച ഒരു കോർണർ ഉണ്ട്. ഞാൻ അവിടെ ഒരു 3 മണിക്കൂർ പോയിരുന്നു, കാരണം എനിക്ക് സീൻ ചെയ്യാൻ എത്തുമ്പോഴേക്കും വരണ്ടേ. എന്നിട്ട് എന്താ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിന്ന് ചിരിക്കാം. അപ്പൊ സാർ അവിടെ നീതു എന്താ ചിരിക്കുന്നത് ചോദിക്കും. പക്ഷെ നമ്മളത് ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവാനുണ്ടായ റീസൺ അവരൊക്കെ അങ്ങനെ ആയതാണ്. ഒരു സീനില് ഇതുപോലെ ഫസ്റ്റ് എന്റെ നിവിൻ ചേട്ടന്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീനിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ കുറെ ഡയലോഗ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ നിവിൻ ചേട്ടൻ അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് ഡയലോഗ് തെറ്റിച്ചു. സാർ കട്ട് പറഞ്ഞു, 2ാമത്തെ ടേക്ക് എടുത്തു. അപ്പോൾ 2ാമത്തെ ടേക്കിൽ എന്തോ ടെക്നിക്കൽ എറർ കൊണ്ട് നടന്നില്ല. ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് ചീത്ത കേൾക്കും, എനിക്ക് അതേ ചീത്ത കേട്ടിട്ടില്ല. ഞാൻ ഇപ്പം ചീത്ത കേൾക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ എന്നോട് ദേവത്തേട്ടൻ വന്ന് പറഞ്ഞു, നിന്നെയല്ല നിവിൻ ചേട്ടനോട് മിണ്ടാതിരിക്കാനാ പറയാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ കുഴപ്പമില്ല. പോലീസായിട്ട് നിവിൻ
പ്രേമം ലൈക്ക് എങ്ങനെ പോയാലും നിവിനെ കാണുമ്പോഴത്തേക്കും സൈഡിൽ കൂടെ ആ ബീജിയം ഓട്ടോമാറ്റിക്കലി വരും. ബട്ട് ദെൻ നിവിന്റെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഹൂ മെയ്ഡ് സച്ച് എ ബിഗ് ഫാൻ, സച്ച് എ ചേഞ്ച് അല്ലേ. പ്രേമം എന്നൊരു സിനിമ കേരളത്തിൽ മാത്രമല്ല, ലൈക്ക് ഹോൾ സൗത്ത് ഇന്ത്യയിൽ റേഞ്ച് ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു. നൺ അതർ ദാൻ നിവിൻ തന്നെയായിരുന്നു. ആൻഡ് ദെൻ നിവിനെ എനിക്ക് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒറ്റയടിക്ക് കാണാൻ പറ്റി. ലൈക്ക് എനിക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി തോന്നുന്നൊരു സംഭവമാണ്. എനിക്ക് സബ്ജക്റ്റ് കിട്ടി, ഐ എം പെർഫോമിങ് ഓക്കെ ഫൈൻ, പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ എന്ത് ചെയ്താലും ഐ ഡോണ്ട് ലൈക്ക് എനി ഓഫ് മൈ തിങ്. ഇത് ശരിയല്ല, അൺലെസ് ഡയറക്ടർ ഓക്കെ ആവുന്നവരെ ലൈക്ക് എനിക്ക് എൻ്റെ പരിപാടി വർക്കായിട്ടില്ല. ബട്ട് ദെൻ ഐ എം ഓൾവേസ് ക്യൂരിയസ്. ഇപ്പം നമ്മുടെ സീനിയേഴ്സ് ആയ ആർട്ടിസ്റ്റ് ലൈക്ക് ഐ വാസ് സോ ലക്കി ടു ബി ബാലചന്ദ്ര മേനൻ സാർ ഉണ്ടായിരുന്നു, മണിയമ്പ്ര രാജു സാർ ഉണ്ട്, നിവിൻ, മെനി പീപ്പിൾ. ലൈക്ക് ഇവരുടെയൊക്കെ പെർഫോമൻസ് അവരെങ്ങനെ ഓൺ സ്ക്രീൻ പെർഫോം ചെയ്യുന്നത് ആൻഡ് ഹൗ ദേ പ്രിപ്പയർ ഇറ്റ് ആൻഡ് വാട്ട് ഡു ഹൗ ദ വേ ദേ പ്രിപ്പയർ ഇറ്റ്, അവരെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി സാറിൻ്റെ അടുത്ത് സംസാരിച്ചാലും ദ ഇൻസ്ട്രക്ഷൻസ് സർ ഗിവ്സ് ദം. എനിക്കതൊക്കെ കാണുമ്പോൾ ലൈക്ക് വെൻ ഐ സോ ദാറ്റ് നിവിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ദർ വാസ് ദിസ് വൺ സീൻ, പുള്ളി സീരിയസ് ആവുന്ന എന്തൊരു സംഭവമായിരുന്നു. ഇവിടെ ലിറ്ററലി ഹി വാസ് ലാഫിംഗ് ബിഫോർ ദ ടേക്ക്, ലിറ്ററലി ഷർഫു ആൻഡ് ദേ വർ ലാഫിംഗ്. കട്ട് ടു ആക്ഷൻ വാസ് ലൈക്ക് then ഞാൻ സർ ലൈക്ക് മോണിറ്ററുടെ ബാക്കിൽ സാറിൻ്റെ ബാക്കിൽ ഞാൻ നോക്കുന്ന സമയത്ത് I was like damn, they were literally laughing on the stage and then പെട്ടെന്ന് and then switch മാത്രമല്ല, there is zero dialogue. There is no dialogue with his looks only, the way he owned the camera is like wow. അങ്ങനത്തെ കുറെ with everybody, like with every actor അതങ്ങനത്തെ ഒരു സീസൺ ഉണ്ടായിരുന്നു. It was like really actually ഞാൻ ഇത്ര വലിയ പ്രൊഡക്ഷനിൽ ഇതുവരെ I don't think I have been part of such a big production. ഇത്ര I think every day almost we had in and around 1,000 junior artists, so many people. അങ്ങനത്തെ ഒരു മാഗ്നം പ്രോജക്റ്റിന്റെ പാർട്ടായി വിത്ത് ഓൾ ദീസ് ബ്യൂട്ടിഫുൾ ആക്ടേഴ്സ് ആൻഡ് കാസ്റ്റിംഗ് ക്രൂ. ഓഡിയൻസിന്റെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമെങ്കിലും അവരുടെ സ്നേഹം കിട്ടാനുള്ളൊരു എക്സ്ട്രാ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. എനിക്ക് നിവിൻ ചേട്ടൻ അത് ദൈവം കണ്ടറിഞ്ഞ് കുറെ കൊടുത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ആരാണെങ്കിലും എനിക്ക് സിനിമ കിട്ടിയ കാര്യമൊക്കെ പറയുമ്പോൾ നിവിൻ പോളിയാണ്, അതും സർവമായ അപ്പൊ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ചേട്ടന്റെ ഒരു ആ ഒരു സ്പേസിലൂടെ പോകുമ്പോ പോലും നിവിൻ ചേട്ടന്റെ കൂടെയാണോ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ കൂടെയാണോ എന്ന് പറയുമ്പോൾ ഉള്ളൊരു സ്നേഹം എന്നും മലയാളികൾ നിവിൻ ചേട്ടന് കൊടുക്കുന്നുണ്ട്. മമ്മി ഇങ്ങനെ there was like very funny thing that happened. മമ്മി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മമ്മി is like I wish that you work with നിവിൻ. പക്ഷെ ബൈ ദ ടൈം എൻ്റെ ഈ പ്രോജക്റ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ലൈക്ക് ഞാൻ വീട്ടിൽ അങ്ങനെ ഏത് പ്രോജക്റ്റിലൊക്കെ കയറുന്നൊന്നും പറയാറില്ല. ദെൻ പോസ്റ്റർ റിലീസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം ഇതിന്റെ ലോഞ്ചിന്റെ അന്നാണ് മമ്മി വാസ് ലൈക്ക് യു ഫൈനലി ഡിഡ് എ മൂവി വിത്ത് സൂപ്പർ എക്സൈറ്റഡ് ദാറ്റ് നിവിന്റെ കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റാവുന്നത് എൻ്റെ ജനറേഷൻ മാത്രമല്ല, മൈ മദേഴ്സ് ജനറേഷൻ ആണ് ഒബ്വിയസ്ലി, ഓൾ ദ ജെൻസീസ് ഓൾസോ, എവറിബഡി. വില്ലനാണോ ഇതില് കുറച്ച്? അതിപ്പോ കണ്ടാലേ പറയാൻ പറ്റും. ഐ മീൻ എനിക്ക് ബാലേന്ദ്ര മേനോൻ സാറുമായിട്ടും നിവിനുമായിട്ടും കുറച്ചൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് നിവിനിൽ ഫീൽ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ടെൻഷൻ ബെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഷോട്ടിന് മുമ്പ് അല്ലെ അതിന് ശേഷം എന്തൊക്കെയോ പിടിച്ചു വെച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം പെർഫോം ചെയ്യുന്ന ആളുകളെല്ലാം, നമ്മളെല്ലാവരും അങ്ങനെയാണ്. പുള്ളി ഭയങ്കര ഈസിയാണ്. എന്താ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം ഉള്ളിൽ അത് എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവാം. ബട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ഭയങ്കര ഒരു ഹീറ്റ് തരാതെ ഭയങ്കര ചില്ല് ആൻഡ് ഈസി ആയിട്ട് അപ്പൊ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് യാ സോ ഗുഡ്. പ്രതിച്ഛായ 26-ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയൊരു വിജയമാകട്ടെ. അപ്പോൾ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അജിൻ ഭയങ്കര പെട്ടെന്ന് അജിന്റെ അടുത്ത് ഈസി ആവും കേട്ടോ സംസാരിക്കുമ്പോ. ഞാൻ ഇടയ്ക്ക് ഡാന്നൊക്കെ വിളിച്ചത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യണം. സോറി കേട്ടോ. താങ്ക് യു. താങ്ക് യു. താങ്ക്സ് മാം.